സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് ലഡാക്ക് ഉന്നതാധികാര സമിതിയും ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള ചർച്ചകൾ ഫലം കണ്ടില്ല. ലഡാക്കിന് സംസ്ഥാന പദവി 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമായില്ല. മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളിലും ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ മൗനം പാലിച്ചു എന്ന് ഉന്നതാധികാര സമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇതിൽ ചർച്ച പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അനുജ, കുറച്ച് കഴിഞ്ഞ നാളുകളായി തന്നെ ഈ ലഡാക്കിലെ ഉന്നതാധികാര സമിതിയും ആഭ്യന്തര മന്ത്രാലയവും തുടർച്ചയായ ചില ചർച്ചകൾ നടത്തി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ലഡാക്കിന്റെ സംസ്ഥാന പദവി, ഒപ്പം തന്നെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഉന്നതാധികാര സമിതിയുടെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ നാളുകളിലെ ചർച്ച. ഇന്നലെയും ഡൽഹിയിൽ ഈ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പക്ഷേ അത് കൃത്യമായ ഫലം കണ്ടില്ല എന്നതാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ അറിയിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം മറ്റൊരു യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് ഇന്നലത്തെ യോഗത്തിൽ അറിയിച്ചത് എന്നാണ് ലേ അപ്പെക്സ് ബോഡി സഹ ചെയർമാനായിട്ടുള്ള ചെറിങ് ഡോർജയ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിസ്ഥിതി സംരക്ഷകനായിട്ടുള്ള സോനം വാങ്ചുകിനെയും അന്ന് ഇതുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്തവരെയും വിട്ടയക്കണം, അവരെ ജയിൽ മോചിതരാക്കണം എന്നൊരു ആവശ്യം കൂടി ഇന്നലെ ഈ ഉന്നതാധികാര സമിതി മുന്നോട്ട് വച്ചു. ഈ ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യവും ഉന്നയിച്ചു. വിവിധ ആവശ്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ മൗനം പാലിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഏതാണ്ട് 2.5 മണിക്കൂർ ചർച്ച നടത്തി. പക്ഷേ 2.5 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമോ അല്ലെങ്കിൽ ചർച്ച പൂർണ്ണമായി നെഗറ്റീവാണോ എന്നതും നേതാക്കൾ പറയുന്നില്ല. മറിച്ച് ഒരു ഫലവും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വരുന്ന ദിവസം തന്നെ ഏതാണ്ട് 15 ദിവസത്തിനകം വീണ്ടും ഒരു യോഗം ചേരും എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചതായി ഉന്നതാധികാര പ്രതിനിധികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം. ലഡാക്കിന് സംസ്ഥാന പദവി 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നതായിരുന്നു ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതിലൊന്നും തീരുമാനമായിട്ടില്ല. പല ആവശ്യങ്ങളിലും ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ മൗനം പാലിച്ചു എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിലും ചർച്ചയുണ്ടാകും എന്ന വിവരമാണ് ആർ അച്യുതൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.